രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അധികാര പങ്കാളിത്തത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നു. SNDP യോഗത്തിന്റെ മുഖമാസികയായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അധികാര പങ്കാളിത്തം ഔദാര്യമല്ല എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം ഇതിനോടകം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതം പറഞ്ഞു തന്നെ സംഘടിക്കുകയും അതുവഴി അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന ആരോപണം. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലീഗ് അധികാരത്തിൽ കടന്നുകയറി ലഭിക്കാവുന്നതെല്ലാം സ്വന്തമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയേറെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടും മുസ്ലിം ലീഗിന് മതിയാകുന്നില്ലെന്നും കിട്ടിയതൊന്നും പോരാ എന്നതാണ് അവരുടെ നിലപാടെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ പരിഹസിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്തതിന്റെ കുറവ് നികത്താൻ മുസ്ലിം ലീഗ് കാത്തിരിക്കുകയാണ്. അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ മുൻപത്തെ 10 വർഷത്തെ കുറവ് കൂടി നികത്തുന്ന തരത്തിൽ എല്ലാം വാരിക്കൂട്ടാൻ അവർ ശ്രമിക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അവഗണനയെക്കുറിച്ചും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാലവും പിന്നാക്കക്കാർക്ക് നഷ്ടക്കച്ചവടമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക അധംസ്ഥിത വിഭാഗങ്ങൾക്ക് അർഹമായ അധികാരം ലഭിക്കുന്നില്ല. എന്നാൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അവരുടെ സ്വന്തം പാർട്ടികൾ ഉണ്ടാക്കി MLA-മാരെയും MP-മാരെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ അധികാര കസേരകളിൽ അടയിരിക്കുകയാണെന്നും ഇത്തരം പാർട്ടികൾ പിളരുന്നതിനനുസരിച്ച് കൂടുതൽ അധികാര പദവികൾ അവർ പിടിച്ചെടുക്കുകയാണെന്നും വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നു. സ്ഥാനമാനങ്ങൾ അർഹതപ്പെട്ടതിലും അധികം ലഭിച്ചിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള മുറുമുറുപ്പ് മാറുന്നില്ല എന്നത് അത്ഭുതകരമാണെന്നും അദ്ദേഹം മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ മുന്നണികൾ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ സമുദായത്തെ വോട്ട് ബാങ്ക് മാത്രമായാണ് കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഈഴവ പ്രാതിനിധ്യത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി ആശങ്ക പ്രകടിപ്പിച്ചു. KPCC പ്രസിഡന്റ് ഈഴവനായിരുന്നിട്ട് പോലും കഴിഞ്ഞ നിയമസഭയിൽ കോൺഗ്രസിന് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരേയൊരു MLA മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു വലിയ ദുരവസ്ഥയാണെന്നും പിന്നാക്ക വിഭാഗങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കാത്തതിന്റെ ഫലമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുന്നണികൾ സമുദായ സന്തുലിതാവസ്ഥ പാലിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഇതിലൂടെ ഉയരുന്നത്. ജാതിയും മതവും പറഞ്ഞ വോട്ട് പിടിക്കുന്ന പാർട്ടികളെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ ഭൂരിപക്ഷ സമുദായം സംഘടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വർഗീയതയായി മുദ്ര കുത്തുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കണമെന്ന സന്ദേശമാണ് യോഗനാഥത്തിലെ മുഖപ്രസംഗം നൽകുന്നത്. ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വലിയ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷ പ്രീണനം വഴി ഭൂരിപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഹിന്ദു ഐക്യത്തെക്കുറിച്ചും പിന്നാക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ഈ ലേഖനം പുതിയ വേഗത നൽകിയിരിക്കുകയാണ്. മറ്റ് ഹൈന്ദവ സംഘടനകളും വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേസമയം വെള്ളാപ്പള്ളിയുടെ ആരോപണങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്താൻ സാധ്യതയുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണിതെന്നാണ് ലീഗ് വൃത്തങ്ങളുടെ പ്രാഥമിക പ്രതികരണം. മുന്നണി രാഷ്ട്രീയത്തിൽ വിലപേശാൻ സാധിക്കുന്നവർക്ക് മാത്രം അധികാരം ലഭിക്കുന്ന സാഹചര്യം മാറണമെന്നും അർഹതപ്പെട്ട നീതി എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഉപസംഹരിക്കുന്നു. ഈ മുഖപ്രസംഗം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കും മറുപടികൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടറിയണം.